ഹലോ ഗൈസ്, നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോ, നമുക്ക് വീടുകളിലൊക്കെ നമുക്ക് ചെറിയ സ്വിച്ച് ബോർഡുകളൊക്കെ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാം. ഒരു സ്വിച്ച് ബോർഡ് വേണം, പ്ലെയിൻ സ്വിച്ച് ബോർഡ് വേണം, ഒരു സ്ക്രൂ ഡ്രൈവർ വേണം, ആവശ്യത്തിന് നമുക്ക് വയറ് വേണം. അതുപോലെ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് ചെറിയ ഹോള്, ഒരു വലിയ ഹോള് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഒരു 2 പിൻ സോക്കറ്റ് വയ്ക്കാം, ഒരു സ്വിച്ച് വേണം, അതുപോലെ ഒരു 3 പിൻ സോക്കറ്റ് വേണം, 2 3 പിൻ സോക്കറ്റ് വയ്ക്കാം നമുക്ക്. ഓക്കെ, 2 3 പിൻ, ഒരു പ്ലഗ്, 2 പിൻ സോക്കറ്റ്, ഒരു സ്വിച്ച്. അപ്പോൾ നമുക്കിത് അഴിക്കാം. ഓക്കെ, നമ്മളപ്പോൾ അതിൻ്റെ പ്ലഗും ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. അതിൻ്റെ സ്ക്രൂ എല്ലാം ലൂസാവാൻ നല്ല ടൈറ്റ് ചെയ്യണം. നല്ലോണം ടൈറ്റ് ചെയ്യാം. നമുക്ക് വീടുകളിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാവുന്ന, ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ്. നമുക്ക് എല്ലാവർക്കും ഇത് സ്വന്തമായിട്ട് നിർമ്മിക്കാം. എല്ലാം സിമ്പിൾ പരിപാടിയുള്ളൂ. ശരിക്കും മുറുക്കണം, ശരിക്കും ടൈറ്റാക്കണം, എല്ലാം ടൈറ്റാക്കണം. അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അഴിഞ്ഞു വരും, വീണ്ടും മുറുക്കണം. നമ്മളെപ്പോഴും കുത്തുവരവ് ചെയ്യല്ലേ, അപ്പം ശരിക്കും അത് ടൈറ്റാക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ലൂസായി പോവില്ല. ഇത്ര നീളമുള്ളൊരു വയറിൻ്റെ കഷ്ണം എടുക്കുക, അല്പം വണ്ണം കൂടിയ വയറെടുക്കുക, ഒരു 1 mm വയറെടുക്കുക. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ ഫേസിൻ്റെ കണക്ഷൻ ആദ്യം കൊടുക്കാം. ഫേസ്, അപ്പോൾ സ്വിച്ചിൽ നമുക്ക് തുടങ്ങാം. ഇത് സ്വിച്ചാണ്. സ്വിച്ചിൻ്റെ അവിടെ നമുക്ക് തുടങ്ങാം. പ്ലഗിൻ്റെ എല്ലാം ഫേസിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. ഫേസ് കണക്ട് ചെയ്യണം. സ്വിച്ചിൽ നിന്നുള്ള കണക്ഷനാണ് ഇപ്പോൾ കൊടുക്കണേ. സ്വിച്ച് വഴി വരുന്ന കണക്ഷൻ കൊടുക്കുകയാണ്. ഫസ്റ്റ് പ്ലഗിൻ്റെ ഫേസ് മുറുക്കി. അപ്പോൾ നമ്മൾ വയറെടുത്തിട്ട് ചെറിയ അതിൽ ഇൻസുലേഷൻ കളഞ്ഞിട്ട് വേണം കേട്ടോ. ഇതിങ്ങനെ ഇൻസുലേഷൻ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്നിട്ട് ആ പ്ലഗിൻ്റെ വടവിലേക്ക് ഇട്ട് വലിക്കണം. ഏറ്റവും എളുപ്പമായിട്ട് ഇങ്ങനെയാണ്, എല്ലാവർക്കും ചെയ്യാൻ എളുപ്പം. അങ്ങനെ ഇരിക്കേ ഉണ്ടോ. എന്നിട്ട് ആ കട്ടിങ്ങിൽ ഇട്ടങ്ങ് മുറുക്കുക. ആ കട്ടിങ്ങിൽ അങ്ങോട്ട് നല്ലവണ്ണം അങ്ങ് മുറുക്കണം. എന്നിട്ട് ഈ 2 പിന്നിൻ്റെ സോക്കറ്റിൻ്റെ ഒരു തലയ്ക്ക് ഇത് കൊടുക്കുക, ഒരെണ്ണം കൊടുക്കുക. അപ്പോൾ എല്ലാ പ്ലഗിലും സ്വിച്ചിൽ നിന്നുള്ള ഫേസ് കണക്ഷൻ എത്തിക്കഴിഞ്ഞു. അപ്പോൾ 2 പിൻ പ്ലഗിൻ്റെ പിന്നിൽ ഫേസ് കൊടുത്തു, 3 പിന്നിൻ്റെ ഇതിൻ്റെത് ഫേസ് കൊടുത്തു, ഇതിലും ഫേസ് കൊടുത്തു. സ്വിച്ചിൽ നിന്നുള്ള ഔട്ട് എടുത്തിട്ട് ആണ് ഈ കൊടുത്തേക്കണേ. എല്ലാത്തിലും ഓരോ ഫേസ് കൊടുത്തു. നമുക്ക് ന്യൂട്രൽ കണക്ഷൻ കൊടുക്കും. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ വയർ ആവശ്യത്തിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 മീറ്റർ നീളത്തിലാണ് വയർ എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കെട്ടിടുക. സ്വിച്ച് ബോർഡിൻ്റെ അകത്ത് വരാനുള്ള വയറാട്ടോ അതൊക്കെ. നമ്മളൊരു കെട്ടിട്ടു, ഇതുപോലൊരു കെട്ടിട്ടു. എന്നിട്ട് അതിൻ്റെ ന്യൂട്രാണ് ഇനി നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. ന്യൂട്രൽ നമ്മൾ കണക്ഷൻ കൊടുക്കണം. നമുക്ക് ന്യൂട്രലിൻ്റെ കണക്ഷൻ കൊടുക്കാം. ഈ ഭാഗത്തു നിന്ന് കൊടുക്കാം. ഇത് 2 പിന്നിൻ്റെ സോക്കറ്റിൻ്റെ ഒരു കാലം കൊടുത്തു,
അവിടെ മുറുക്കി. അപ്പോൾ അവിടെയൊക്കെ ഇൻസുലേഷൻ കളഞ്ഞ് വെച്ചിട്ടുണ്ടാവും കേട്ടോ. ആ കൃത്യ പോയിൻ്റിൽ തന്നെ നമ്മൾ ഇൻസുലേഷൻ കളഞ്ഞ് എടുത്ത് വയ്ക്കണം. നമുക്ക് ഇച്ചിരി മാറിപ്പോയിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ വയ്ക്കുക. ന്യൂട്രൽ കയറ്റി വിടുക. അടുത്ത പ്ലഗിൻ്റെ അവിടെ കയറ്റി മുറുക്കി. നമ്മൾ ഈ പ്ലഗിൻ്റെ പോയിൻ്റിലും കൂടെ കണക്ഷൻ കൊടുക്കുക. അത്രേ ഉള്ളൂ. ഉണ്ടോ? കൊടുക്കാം. മുറുക്കുക. നല്ലോണം മുറുക്കി അങ്ങനെ ഇരിക്കുക. അപ്പോൾ എല്ലാത്തിലും ന്യൂട്രൽ ബേസുമായി. ഇനി നമുക്ക് കൊടുക്കാനുള്ള എർത്ത് വയറാണ്. എർത്ത് വയർ 2 3 പിന്ന് മാത്രമേ എർത്ത് വയർ വരുള്ളൂ. 3 പിൻ സോക്കറ്റിന് മാത്രമാണ് എർത്ത് വയർ വരുന്നത്. അത് നമുക്ക് 3 പിന്നിൻ്റെ പോളിക്കിലിടുക. വലിപ്പോടെ അയച്ചു കൊടുക്കുക. ഇങ്ങനെ കയറ്റി ഈ 3 പിന്നിൻ്റെ ആദ്യം മുറുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഏറ്റവും എളുപ്പം. നമുക്ക് വയറൊന്നും കൂടുതൽ വേണ്ട. ഇപ്പോൾ വന്ന വയറിൽ നിന്ന് തന്നെ കുറേ കണക്ഷൻ നമുക്ക് കൊടുക്കാം. ആ രീതിയിലാണ് നമ്മളിത് ഫിറ്റ് ചെയ്യുന്നത്. സിമ്പിൾ മെത്തേഡ്. അത് ഓക്കെ. ഇനി ആകെ കൊടുക്കാനുള്ള കണക്ഷൻ നമ്മൾ ഫേസ് വയറ് നമ്മൾ സ്വിച്ചിലേക്ക് കൊടുക്കണം. ഈ പോയിൻ്റിലേക്ക് ലാസ്റ്റത്തെ വയറോടെ നമ്മൾ കൊടുക്കണം. ഇതാണ് ഈ വയറോടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വിച്ച് ബോർഡ് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ മുഴുവൻ കഴിഞ്ഞു. നിർമ്മാണം കഴിഞ്ഞു. ഇനി അത് മൊത്തത്തിലൊന്ന് മുറുക്കിയെടുത്താൽ മതി. ഉണ്ടോ? ഇതാണ് ലാസ്റ്റത്തെ പോയിൻ്റ്. ആർക്കും എളുപ്പത്തിൽ ഇതുപോലെ ചെയ്യാം കേട്ടോ. സിമ്പിളായിട്ടുള്ള ഫിറ്റിങ്ങാണ്. അപ്പോൾ അതിൻ്റെ ഫിറ്റിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻ വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൻ്റെ ഫേസ് വന്നിട്ട് ഫേസ് ഇതാണ്. ഫേസ് സ്വിച്ച് വഴി കയറി ഈ പ്ലഗിൻ്റെ ഒരു പോയിൻ്റ്, അടുത്ത പ്ലഗിൻ്റെ ഒരു പോയിൻ്റ്, ഈ 2 പിന്നിൻ്റെ ഒരു പോയിൻ്റ്. അങ്ങനെ ഫേസ് നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ ഓണായിട്ട് ഇവിടെ സപ്ലൈ വരും. അതുപോലെ തന്നെ ന്യൂട്രൽ നേരെ സപ്ലൈ ആണ്. അതിൻ്റെ ന്യൂട്രൽ കൊടുത്തേക്കണം ഈ പോയിൻ്റ് കൊടുത്തേക്കണം. 2 പിൻ്റെ സോക്കറ്റിൽ, 3 പിൻ്റെ സോക്കറ്റിൽ, 3 പിൻ്റെ സോക്കറ്റ്, അങ്ങനെ ന്യൂട്രൽ ത്രൂ ആയിട്ട് കൊടുത്തേക്കണം. അതുപോലെ എർത്ത് ഈ 2 പോയിൻ്റ് കൊടുത്തേക്കണം. 2 പിന്നെ എർത്തില്ലാത്തതുകൊണ്ട് ഇതിന് 2 കൊടുത്തേക്കണം. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അകത്തെ ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് മുറുക്കാം. നമുക്ക് 4 സ്ക്രൂ ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ കട്ടിങ് നമ്മൾ കട്ട് ചെയ്ത് കളയണം. സിമ്പിളായിട്ട് കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം നമുക്ക് വെറുതെ അടയ്ക്കുക. എന്നിട്ട് സ്ക്രൂ എല്ലാം ഇടുക. അതുകൊണ്ടോ എല്ലാം കൃത്യം ഹോളിലിട്ടാൽ നോക്കിയാൽ ഓക്കെ. ഇപ്പോൾ 3 പിന്നായത് നമ്മൾ 3 കോർ വയറായിട്ടാക്കണം. അതുകൊണ്ട് നമുക്ക് എർത്ത് കിട്ടും. അപ്പോൾ നമുക്ക് മറ്റേ അയൺ ബോക്സൊക്കെ ഉപയോഗിക്കാം. അതുപോലെ 3 പിന്നും കൊണ്ട് ഉപയോഗിക്കുന്ന അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അത് കുത്താം. ഇനിയിപ്പോൾ നമുക്ക് 3 കോറില്ല 2 കോറാണെങ്കിൽ തന്നെയും നമുക്ക് അത്യാവശ്യം അങ്ങനെയുള്ള അയൺ ബോക്സ് എർത്ത് ആവശ്യമില്ലാത്ത എല്ലാ ഐറ്റങ്ങളും നമുക്ക് TV അതുപോലെയുള്ള ഐറ്റംസൊക്കെ കുത്താം. ഇതിൻ്റെ 2 കോറിൻ്റെ നിർമ്മാണം അടുത്ത ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അത് ഇതിൽ സിമ്പിളാണ്. ഇതിപ്പോൾ 3 കോർ ആയതുകൊണ്ട് അല്പം
ഇത് തോന്നും, നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ 2 കോറാകുമ്പോൾ സിമ്പിളായുള്ള ഒരു പരിപാടിയാണ്. അതുപോലെ ഞാൻ 3 പിന്നിൻ്റെ ഒരു പ്ലഗ് ടോപ്പ് നമ്മൾ ഇതുപോലെ ഫിറ്റ് ചെയ്യണം. എർത്തൂടെ സെൻറ്ററിൽ വെക്കണം, ഫേസ് ന്യൂട്രൽ, അങ്ങനെ അതൊരു ഫിറ്റ് ചെയ്യുക, ഇതുപോലെ ഫിറ്റ് ചെയ്യുക. അതിന് ശേഷം അടപ്പിടുക. ഓക്കെ, അതിൻ്റെ ഫിറ്റിങ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഈ സ്വിച്ച് ബോർഡ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.